ഉത്രട്ടാതി നക്ഷത്രക്കാർ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉത്രട്ടാതി നക്ഷത്രക്കാർ സാമ്പത്തികമായ കാര്യത്തിനകത്തോട്ടുള്ള ശ്രദ്ധ വേണം. പണം കടം കൊടുക്കരുത്. കിട്ടാനുള്ള പണത്തിന് വേണ്ടിയിട്ട് അവരുമായിട്ട് മുഷിക്കാൻ പോകരുത്. ജ്യോതിഷ സംബന്ധ പ്രകാരം കല്യാണം കഴിച്ചാൽ 3 വർഷത്തിനകം വൈധവ്യം സംഭവിക്കാനുള്ള സാധ്യത 1. 2, കുഞ്ഞുങ്ങൾ ജനിച്ചാൽ തന്നെ അംഗവൈകല്യത്തോടു കുട്ടി ജനിക്കുക, ചെവി കേൾക്കാതെയോ കണ്ണ് കാണാതെയോ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കാനും സാധ്യതയുള്ള ഒരു ജാതക ഗ്രഹനില. നമസ്കാരം. നമ്മുടെ മാതാപിതാക്കൾ വിശാല മനസ്കത കൊണ്ടാവും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ യുവാക്കന്മാരെ വീട്ടിലേക്ക് വരുത്തുന്നത്. വിദ്യാസമ്പന്നരായിട്ടുള്ള അധ്യാപകർ ചെറുപ്പക്കാരാവും. ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആധുനികതയെക്കുറിച്ചും പഠന രീതികളെക്കുറിച്ചും നന്നായി പഠിപ്പിക്കുന്ന ചെറുപ്പക്കാരെ വീട്ടിലേക്ക് വരുത്തി ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വിപത്ത് കൂടെ മനസ്സിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് ഏറ്റവും വിഷമകരം ഉണ്ടാക്കിയ ഒരു കാര്യം ഇന്ന് വന്ന ഒരു മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ 15 മുതൽ 19 വരെ മുറിപ്പാലത്തറി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ഞാനവിടെ കർണേക്ഷി ഉപാസനയുടെ ഫലം പറയാനിരിക്കുമെന്ന്. അവിടെ വന്ന 2 മാതാപിതാക്കളുടെ ദുഃഖമാണ് ഞാനീ പറയാൻ പോകുന്നത്. അവരോട് മിടുക്കിയായി പറയുന്ന ഒരു പെൺകുട്ടി, മിടുക്കിയായി വളർന്ന പെൺകുട്ടി, മിടുക്കിയായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ, അതിസുന്ദരിയായ പെൺകുട്ടി, ശാന്തസ്വരൂപിണിയായ പെൺകുട്ടി, ഏറ്റവും മികച്ച സ്കൂളിലെ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി, ഏറ്റവും നല്ല അച്ചടക്കമുള്ള മകൾ, അച്ചടക്കമുള്ള വിദ്യാർത്ഥിനി, സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും അച്ചടക്കത്തായി ജീവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ പഠിപ്പിക്കാനായി ഒരു അധ്യാപകനെ വരുത്തുന്നു. ആ അധ്യാപകനാകട്ടെ ഇച്ചിരി പ്രായത്തിൽ മൂത്തതാണെങ്കിൽ കൂടി വിവാഹം കഴിച്ചിട്ടില്ല, കാണാൻ സുന്ദരനാണ്, നന്നായി പഠിപ്പിക്കും, അധികം സംസാരിക്കാറില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ പിന്നെ വീട്ടിലേക്ക് വരുത്തി പഠിപ്പിക്കുന്നു. അവർ 100% ഗ്യാരൻറ്റിയാണ്. 100% ഗ്യാരൻറ്റി ആര് കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ പെൺകുട്ടി സൽസ്വഭാവിയായ പെൺകുട്ടി, സൽസ്വഭാവിയായ അധ്യാപകൻ. അദ്ദേഹത്തിന് ഒരു 30 വയസ്സ് പ്രായം വരും. പെൺകുട്ടിക്ക് ഒരു 20 വയസ്സിന് താഴെ പെൺകുട്ടി, ഒരു 10-12 വയസ്സിന് വ്യത്യാസമായിരിക്കണം. എന്തായാലും മാതാപിതാക്കളുടെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി പഠിത്തത്തിൽ ക്രമേണ ബുദ്ധിപരമായ ബുദ്ധിയിൽ നിന്ന് ആ കുട്ടിയുടെ മിടുക്ക് മുഴുവൻ കുറഞ്ഞ് അധ്യാപകനിലേക്ക് ചെന്ന് ചേർന്നു. എന്താ ചെയ്യുക? 10-12 വയസ്സിന് വ്യത്യാസമുണ്ട്. ജാതി മതങ്ങളൊക്കെ പോട്ടെ, പിന്നെ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത കുടുംബം. ഇതാണ് അച്ഛനമ്മമാരുടെ പ്രശ്നം. മകളെ സംബന്ധിച്ചിടത്തോളം മകൾക്ക് അദ്ദേഹത്തെ മതി. എന്ത് വശീകരണമാണ് സ്വാമി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രഹനിലകൾ കൊണ്ടുവന്നു. ആ 2 ഗ്രഹനില അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നോക്കണ്ട. നമ്മളിപ്പോൾ 10-12 വയസ്സൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അവർക്ക് ഒരുമിച്ച് മാനസികമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന എത്രയോ ആൾക്കാർ ഒരുമിച്ച് ജീവിച്ചിട്ട് സന്താനങ്ങൾ വേണ്ട എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? അവർ തന്നെ പറയുന്നു, ഞങ്ങളെ ഇത്രയും സ്വതന്ത്രമായിട്ട് വളർത്തി, ഞങ്ങളെ പഠിപ്പിച്ചു, ബുദ്ധിമുട്ടി പഠിപ്പിച്ചു, എല്ലാം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. ഇതൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്കിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെറുപ്പക്കാർ വിവാഹം കഴിച്ചു, നമ്മൾ സ്വതന്ത്രമായി ജീവിക്കുന്നു, ലിവിങ് ടുഗദർ. കുറച്ച് ദിവസം താമസിക്കുക, ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷങ്ങളെല്ലാം പങ്കിടുക. എല്ലാം പങ്കിട്ടതിന് ശേഷം അവർ കുറേ ദിവസം കഴിഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുക. പാശ്ചാത്യ ലോകത്തെ സംസ്കാരം ഭാരത സംസ്കാരത്തിനെ കടത്തിവെട്ടി ഒരു ഋഷി സംസ്കാരം ഉണ്ടായിരുന്നത് മുഴുവൻ നശിച്ച് മറ്റൊന്നായി തീർന്നതിൻ്റെ ഒരു ഭീകരമായ മുഖമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ സംസ്കാരം എങ്ങോട്ടാണ് പോകുന്നത്? എന്തായാലും ഈ അച്ഛനമ്മമാരുടെ കണ്ണീർ. ഞാൻ ജാതകം നോക്കി, 2 ഗ്രഹനിലകളും നോക്കി. എനിക്ക് ജ്യോതിഷത്തെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഉപാസനയുള്ള നോക്കുമ്പം ഈ 2 ജാതകം യാതൊരു കാരണവശാലും അടുത്ത് വെക്കാൻ പോലും പാടില്ല. അടുത്ത് വെക്കാൻ ഒന്ന് അഗ്നിയും ഒന്ന് ജലവുമാണ്. എന്നിട്ട് ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളത്, ഏതൊക്കെ ഈ ചെറുപ്പക്കാർ തന്നെ, ഈ അധ്യാപകൻ തന്നെ ഈ കുട്ടിയുടെ ജാതകവുമായിട്ട് ഒരുപാട് പേരെടുത്ത് പോയിട്ട് ഈ ജാതകത്തിന് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പലയിടത്തും കൊണ്ടുപോയി കാണിച്ച് ഇത് ഉത്തമ ജാതകമാണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പക്കാരനല്ല, മറ്റൊരു ചെറുപ്പക്കാരനെ അധ്യാപകനല്ലാതെ മറ്റൊരാളുടെ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ത് വശീകരണമാണ് സ്വാമി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടിയാണ് പറയേണ്ടത്? അല്ലേ? ആ വശീകരണമാണോ ഇത്? എന്ത് വശീകരണമാണ്? ഞാൻ പറയും, നിങ്ങൾ എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത്.
ഒരു തടിയൊക്കെ വളർത്തി ഒരു നിരാശാകാമുകൻ്റെ മുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പടം. നമ്മുടെ വേണു നാഗുള്ളി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിരാശാകാമുകൻ്റെ ഒരു മുഖമുണ്ടല്ലോ, ആ നിരാശമായ ഒരു കാമുകൻ്റെ വിദ്യാഭ്യാസം ഉണ്ടിട്ടും തൊഴിൽരഹിതനായ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ പഴയ നോവലുകളിലൊക്കെ കാണുന്ന പോലെ ജോലിയില്ലാതെ അലയുന്ന ട്യൂഷനെടുത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ചെറുപ്പക്കാരനോട് ആകുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സ് പൂർണ്ണമായിട്ട് അയാൾ ലയിച്ചു. ഇനി കാര്യമൊന്നുമില്ല, എല്ലാം ലയിച്ചു കഴിഞ്ഞു. ആകെയുള്ള ഒരു മകൾ, ഇഷ്ടം പോലെ സ്വത്ത്, എന്ത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾക്ക്. അപ്പം ആ ചെറുപ്പക്കാരനോട് ചെന്ന് അവർ വീട്ടിൽ പോയി അപേക്ഷിച്ചു. അപ്പം അയാൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് ചതിക്കാൻ തയ്യാറല്ല, ആ പെൺകുട്ടി വേണമെങ്കിൽ മാറിയിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെൺകുട്ടിയില്ലാന്ന് സാറ്, ഈ ട്യൂഷൻ സാറ്, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സാറിനെ വിട്ടൊരു ജീവിതമില്ല. അച്ഛനമ്മയും അമ്മയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ സാറിനെ വിട്ടൊരു ജീവിതമില്ല. എവിടെ എന്ത് ചെയ്യും? ജ്യോതിഷ സംബന്ധപ്രകാരം ആ കല്യാണം കഴിച്ചാൽ 3 വർഷത്തിനകം വൈധവ്യം സംഭവിക്കാനുള്ള സാധ്യത 1. 2, കുഞ്ഞുങ്ങൾ ജനിച്ചാൽ തന്നെ അംഗവൈകല്യത്തോടു കുട്ടി ജനിക്കുക, ചെവി കേൾക്കാതെയോ കണ്ണ് കാണാതെയോ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കാനും സാധ്യതയുള്ള ഒരു ജാതക ഗ്രഹനില. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നല്ല ബുദ്ധിപരമായി ബുദ്ധിയോടുകൂടി ജനിക്കുന്ന കുട്ടികൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ബുദ്ധി മുഴുവൻ പുകച്ചും പിന്നെ പഞ്ചാബുമൊക്കെ വലിച്ചും കുത്തിവെച്ചും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജനിക്കുന്ന കുട്ടി തന്നെ ദോഷമായ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങനെ ആകെ വ്യാപലാതി കൊണ്ട് തകർന്ന് എൻ്റെ അടുത്ത് ഇന്ന് വന്നിരുന്നു. 2 പേരും കരയുക. എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ പുറത്താണെങ്കിൽ 10-35 പേര് കാണാനുണ്ട്. ഇവർ 2 പേരും, ഇതല്ലാതെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. വേറെ 2-3 മാതാപിതാക്കൾ ഇതേപോലുള്ള അവസ്ഥയിൽ നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഇവർ അധ്യാപകനാണേ, കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ. പെൺകുട്ടി വിടുന്ന പ്രശ്നമില്ല. അപ്പോൾ സ്വാമി, അപ്പോൾ അമ്മ ചോദിച്ചു, എന്തെങ്കിലും കൈവശം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ സ്വാമി? എന്ത് കൈവശമാണ്? ഞാൻ പറഞ്ഞ അബദ്ധം നിങ്ങളുടേതല്ലേ? നിങ്ങൾ ഈ ചെറുപ്പക്കാരിയായ ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ പിന്നെ പഠിത്തം മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്കൊരു മുറിയിൽ ചെറുപ്പക്കാരനുമായിട്ട് ഇരുത്തിയിട്ട് അത്യാവശ്യം മൂളിപ്പാട്ടും പഠിപ്പീരുമായിട്ടൊക്കെ അവൻ 2 വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കും. ഷേക്സ്പിയർ കഥകളൊക്കെ അവൻ കാണാതെ പറയുമെന്നാണ് പറയുന്നത്. ഒതല്ലോയും മാഗ്ബത്തും ഒക്കെ കാണാതെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടി ഇങ്ങനെ അന്തം വിട്ട്, കുട്ടിയുടെ ടെസ്റ്റ് കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ കാണാതെ പറയും. അത്ഭുതപ്പെട്ട് പോകില്ല, അന്തം വിട്ട് പോകത്തില്ലയോ? നമ്മളിവിടെ വന്നിരുന്ന് ഇങ്ങനെ കാര്യം പറയുന്ന പോലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മാതാപിതാക്കളുടെ ദുഃഖം. മക്കളില്ലാത്തവർ ഭാഗ്യവാന്മാർ, മക്കളെയും മാമ്പൂക്കളെയും കണ്ട് കൊതിക്കരുത് എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോരം മക്കളുടെ കണ്ണീരാണ്. വേറൊരു അമ്മ വന്നിരുന്നു. അമ്മയുടെ 2 മക്കളും വിദ്യാസമ്പന്നരാണ്, 2 പേരും വിവാഹം കഴിക്കാൻ തയ്യാറില്ല. അപ്പോൾ അമ്മ ചോദിക്കുന്നു, അവർ 2 പേരും വിദേശത്താണ്, നല്ല ജോലിയാണ്, അവർ അവരുടേതായിട്ട് ലോകത്ത്, അവരവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊന്നും ഞാൻ പറയാൻ പോയില്ല, എനിക്കതിനെക്കുറിച്ച് ഞാൻ കണ്ടെത്താനും നിന്നില്ല. പക്ഷേ ആ 2 മക്കളും വിദേശത്ത്, അവർ 2 പേരും നല്ല പദവിയിൽ, അമ്മയ്ക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു, അവരതുകൊണ്ട് കഴിയണു അവരുടെ ജീവിതകാലത്ത്. അതിൻ്റെ അടുത്ത് പറയും, സ്വാമി ഒന്ന് കിടന്നു പോയാൽ ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് തരാൻ ഒരു മനുഷ്യരില്ല, 2 പെൺകുട്ടികളാണ്, അവർ വിവാഹം കഴിക്കാൻ തൽക്കാലം അവർക്ക് താല്പര്യമില്ല. നമ്മൾ എന്താണ് പറയേണ്ടത്? ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇങ്ങനെ പോയാൽ നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോവുക? എനിക്ക് വളരെ ദുഃഖമുണ്ട്. മാതാപിതാക്കളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് എന്താണ്? വേറൊരു മകൻ, അവനെ പൊട്ടിക്കരയുവാണ് മാതാപിതാക്കൾ. ഒന്ന് ലഹരി പദാർത്ഥത്തിന് അടിമ, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് മെഡിസിനൊക്കെ പകുതിയാക്കിയ കുട്ടികൾ ലഹരിക്ക് അടിമയായി പോവുകയാണ്. പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇതിലും കഷ്ടമാണ്. സ്വാമി ഇങ്ങനെ വന്നിരുന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന കാര്യമില്ലേ പറയുന്നത്? കുട്ടികൾ എന്തിനാണ് മാതാപിതാക്കളെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത്? അവരെന്ത് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത്? ഇതൊക്കെ കേട്ടാൽ നിങ്ങൾ സ്വാമി വന്നിരുന്ന് എന്തൊക്കെ പറയുന്നു എന്ന് പറയും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളെങ്ങനെ ജനിച്ചു, നിങ്ങളെങ്ങനെ വളർന്നു, നിങ്ങളെങ്ങനെ ഇത്രയുമായി? ഒരാൾ അച്ഛൻ കുറേ കടകളുണ്ട്, ആ കടയുടെ പൈസ കൊടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കും, ഒരു ജോലിയും ചെയ്യില്ല, മാസം തോറും കൃത്യമായിട്ട് ചെയ്യും. ഒരു പൈസ തെറ്റിയാൽ അദ്ദേഹത്തിൻ്റെ കൊങ്ങയിൽ പിടിഞ്ഞേക്കും. അപ്പം അതും ഇവിടെ നമുക്ക് നടക്കുകയാണ്. മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന പണം ഒരു അധ്വാനവും ഇല്ലാതെ ആ മാസം തോറും കൃത്യമായി വാങ്ങിച്ച് അതിലാവശ്യമായിട്ട് ദൂർത്തടിച്ച് ജീവിക്കുന്ന മക്കൾ, അങ്ങനെ എല്ലാവരും ഇല്ല. ഇവിടെ അച്ഛമ്മമാർ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ അതിഭീകരമാണെന്നാണ് ഞാൻ പറയുന്നത്.
ഇതിൽ ഈ മാതാപിതാക്കൾ ഒരു മാതാവാണെങ്കിൽ എനിക്ക് വളരെ വിഷമം തോന്നി. ഭർത്താവ് മരിച്ചിട്ട് അപ്രതീക്ഷിതമായി ഭർത്താവ് മരിച്ചുപോയി. ഇരുന്ന ഇരിപ്പിൽ അറ്റാക്ക് ഒന്നും മരിച്ചു. അവർക്ക് അതേ താങ്ങാൻ വയ്യ. ഭർത്താവ് മരിച്ച് 2 ആൺമക്കളാണ്. ആ 2 ആൺമക്കളും വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ്. എന്നാൽ വിദ്യാഭ്യാസമില്ലേ? ഉണ്ട്. ഒരുത്തൻ മുറിയിൽ നിന്ന് വെളിയിറങ്ങൂല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ അവൻ എന്താണ് അതിനകത്ത് ചെയ്യുന്നതെന്ന്. മുറിയിൽ നിന്ന് വെളിയിറങ്ങത്തേയില്ല, മുറിക്കകത്ത് തന്നെയാണ്. അപ്പോൾ അവൻ ക്രിയേറ്റ് ചെയ്ത്, അവൻ പുകയുടെ വേറൊരു ലോകം സൃഷ്ടിച്ച് ആ പുകപ്പറയിലൂടെ അവൻ്റെ ലോകത്തിലൂടെ അവൻ സഞ്ചരിച്ച് ലോകത്തിന് ഈ മുറിക്ക് പുറത്തുള്ള ഒരു മാതാവുണ്ടെന്നോ, ഒരു മരിച്ചുപോയ ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയുണ്ടെന്നോ, അവരുണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങണമെന്നോ ഒന്നും ഇല്ലാതെ മുറിയുടെ വാതിലടച്ച് അതിനകത്ത് ഒരു ഇഞ്ചക്ഷനും എടുത്ത് പുകച്ച് വേറൊരു ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മകൻ, അതാ വിദ്യാസമ്പന്നനായ മകൻ. അവൻ്റെ ഫോട്ടോ എനിക്ക് കാണിക്കുന്നു. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ പഴയ പടവും ഇപ്പോഴത്തെ പടവും. കോശങ്ങളൊക്കെ നശിച്ച്, എല്ലുകളൊക്കെ ദ്രവിച്ച്, പല്ലുകളൊക്കെ ദ്രവിച്ച് മറ്റൊരവസ്ഥയിലായി പോകുന്ന ഈ ചെറുപ്പക്കാരൻ, ഒരു യുവത്വത്തിൻ്റെ അവസ്ഥ ദയനീയമായ, നശിക്കപ്പെട്ടു പോകുന്ന, ജീർണിച്ചു പോകുന്ന യുവത്വം ഇല്ലേ? കഞ്ചാവ് കച്ചവടക്കാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പേര് കഞ്ചാവ് വിറ്റ് കാശുണ്ടാക്കുന്ന പെൺകുട്ടികളിലൂടെ കഞ്ചാവ് വിൽക്കുന്നവരൊക്കെ നമ്മൾ പലതും കേൾക്കുകയും കാണാറുമൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയുന്നല്ല. ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നീതിപാലകർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊക്കെ അതിൻ്റെയൊക്കെ പുറകിൽ ആര് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലേ? കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കഞ്ചാവ്, ഈ ലഹരി പദാർത്ഥങ്ങൾ മദ്യപിച്ചാൽ പിന്നെയും പോട്ടെന്ന് വയ്ക്കാം, പുകച്ചാലും പിന്നെ ക്യാൻസറോ അങ്ങനെയുള്ള രോഗങ്ങളും ഒക്കെ, മാരകമായ രോഗങ്ങളൊക്കെ വരും. തലച്ചോറിൽ ഇതെന്താണ് കിട്ടുന്ന സുഖം എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കൊടുക്കുന്ന ഒരു ദുരന്തമുണ്ടല്ലോ. ഈ മാരകമായിട്ടുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ദുരന്തം എന്താണ്? അവൻ എപ്പോഴെങ്കിലും അവൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു പോകും. അവന് അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കാനുള്ള കഴിവുകളില്ലാതെ പോകും. ജീവിത ദുരന്തങ്ങളുടെ പുറത്ത് ദുരന്തങ്ങൾ. ഇനി ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ തന്നെ എത്രയോ പെൺകുട്ടികൾ പറയും, സ്വാമി എൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിക്കണോണ്ട് എനിക്കൊരു സംശയമുണ്ട്, അത് മാത്രം ഒന്ന് ചോദിച്ചോട്ടെ സ്വാമി, അതൊന്ന് ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ഇപ്പോൾ ഇത്തിരിയൊക്കെ മാറ്റങ്ങളുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് കിടക്കുന്നില്ല, കിടന്നാൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് മറ്റൊരു മുറിക്കുള്ളിരിക്കും. അദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ പ്രത്യേക തരത്തിലൊരു സ്മെല്ലുണ്ട്, അദ്ദേഹം സ്പ്രേ അടിച്ചിട്ടൊക്കെയാണ് വന്ന് കിടക്കുന്നത് എന്ന് പറയുന്ന പെൺകുട്ടികളും നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യാനാണ്? നമുക്ക് എന്ത് ഉത്തരമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? പണ്ട് കാലത്തൊക്കെ നമ്മൾ യൗവനാവസ്ഥയിലായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ ജാതക പൊരുത്തമൊക്കെ നോക്കി, അല്ലെങ്കിൽ ഇഷ്ടങ്ങളുമൊക്കെ നോക്കി, ഏത് മതവിവാഹങ്ങളാണെങ്കിലും അതൊക്കെ നോക്കിയിട്ട് വിവാഹമൊക്കെ കഴിച്ച് കൊടുത്തയക്കും. ഇപ്പോൾ അത് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരം നമുക്കില്ലാതായിരിക്കുന്നു. പെൺകുട്ടി പുറത്തു പോയാൽ തിരിച്ചു വന്നു എന്ന് പറയാം. രാത്രിയായാൽ ഫോണുള്ളതുകൊണ്ട് വിളിച്ച് പറയാം, ഞങ്ങൾ കൂട്ടുകാരികളോടൊപ്പം ഇരിക്കുകയാണ്, ബൈക്കും രാത്രി 10-11 മണിക്ക് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങും, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ പറയുന്ന കുട്ടികളും ഉണ്ട് ഈ ലോകത്ത്. അപ്പം നമുക്ക് ഇതിനൊന്നും തന്നെ മറുപടി പറയാൻ പറ്റാത്ത മാതാപിതാക്കളുടെ കണ്ണീര്, സഹിക്കാൻ പറ്റാത്ത മാതാപിതാക്കളുടെ കണ്ണീര് കേരളത്തിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കടലായിട്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുമാത്രം ദുഃഖങ്ങളാണ്, എന്തുമാത്രം പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഈ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്ന, ഈ കാനഡയിലൊക്കെ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെയൊക്കെ എന്തോരം കുട്ടികളാണ് എന്നെ വിളിക്കുന്നത് നിത്യവും. അവിടെ എന്തൊരു ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. പഴയ കാനഡ അല്ല, ഒരു 5 വർഷത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പുള്ള കാനഡ അല്ല. അവിടെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് പഠിക്കാൻ പറ്റുക, ഇവിടുന്ന് ലോൺ എടുത്ത് അങ്ങോട്ട് പോവുക, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഒരുപാട് മങ്ങുക എന്നുള്ളത് മാത്രമല്ല, ഇവിടുത്തെ പല ഏജൻസികളും അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുത്ത് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് കൊണ്ട് ഇറക്കിയിട്ട് നമ്മൾ അറുവുമാടുകളെ കൊണ്ട് ചന്തയിൽ വിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണുള്ളതെന്നും കൂടെ ഒരു യാഥാർത്ഥ്യം ഞാൻ മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടുത്തെ ട്യൂഷൻ സെൻ്ററുകളിലും ഇവിടെ പിന്നെ പുറത്തേക്ക് പോകാനായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ളതാണോ, അത് പഠിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. വളരെ നല്ലതാണ്. കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ഇത്തരത്തിലുള്ള പഠന വിദ്യാലയങ്ങളും ഒരു വ്യാജമാണോ എന്നുള്ളതൊന്ന് അന്വേഷിക്കുകയും കുട്ടികൾ അവിടെ പോയി പെട്ടുപോയിട്ട് ഒരു നിവൃത്തിയുമില്ലാതെ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കാതെ വളരെ കഷ്ടപ്പെടുകയും കെടുക്കാൻ സ്ഥലമില്ലാതെ ഒരു മുറിക്കുള്ളിൽ തന്നെ ഒന്നിലധികം പേർ തങ്ങി ഒരാൾ പുറത്തിറങ്ങിയിരിക്കുകയും മറ്റൊരാൾ ഉറങ്ങുകയും
മറ്റൊരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ പുറത്തിറങ്ങി നിൽക്കുകയും ഒരു ഭക്ഷണം മേടിച്ച് 3 പേർ കഴിക്കുകയും അവർ ഒരുമിച്ച് പല ജോലികളും ചെയ്യുന്നതായിട്ടൊക്കെ ചെയ്തൊക്കെ ജീവിക്കുന്ന നിരവധി പേരുടെ ദുഃഖങ്ങൾ ഞാനിങ്ങനെ കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് പഠിക്കാൻ വിടുമ്പോൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കണം. അവർ മിസ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളൊരു സത്യം കൂടെ ഞാൻ പറയുകയാണ്. പല പെൺകുട്ടികളും വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് വെച്ച് അവിടെയൊക്കെ പോകുന്നവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അവിടെ പോയി പെട്ടുപോയാൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. വീട്ടുകാർ അറിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ UK പോയി പഠിച്ച് ഈ കാനഡയിലൊക്കെ പോയി പഠിച്ചിട്ട് അവർ വലിയ ഒരു വിദ്യാർത്ഥികളായിട്ട് ഇപ്പോൾ വന്ന് ജോലിയുമായിട്ട് വരും, ഇല്ലെങ്കിൽ കോടീശ്വരനായിട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മുമ്പിൽ ഭിക്ഷക്കാരെ പോലെ വന്നിറങ്ങുകയും പഠിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവരുടെ മാനസികാവസ്ഥ കുട്ടികൾ ഒരുപാട് പേര് ഇത് സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും അന്വേഷിച്ചിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. എന്നെ വിളിക്കുവാണ്, അവർ വിളിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വാട്സപ്പ് കോളിലെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്വാമി ഞാൻ ഇന്ന സമയത്ത് വിളിച്ചോട്ടെ, എനിക്ക് മറ്റേ ഫോണിൽ കൂടെ വിളിക്കാൻ പറ്റുക, സ്വാമി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വാമി എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ, എനിക്ക് രക്ഷപ്പെടാം, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, കടമെടുത്ത് വന്നതാണ്, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകുമോ സ്വാമി എന്ന് പറഞ്ഞാൽ എന്തു പരിഹാരമാണ്? ഇതിനൊക്കെ പരിഹാരമുണ്ടോ? എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അപ്പോൾ മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുമ്പോഴുണ്ടാകുന്നതും കുട്ടികൾ വളരുമ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വളരെ വിശാലമായിട്ടും ഒക്കെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പൊതു സ്വഭാവത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇടവം 1 മുതൽ ഇടവൻ രാശി 8 നക്ഷത്രക്കാർക്ക് മഹായോഗം വരുവാണ്, മഹാഭാഗ്യം വരുവാണെന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. കോടീശ്വര യോഗം എന്നാണ്. കോടീശ്വര യോഗം, കുബേര യോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യോഗം ഉണ്ടത്രേ ജ്യോതിഷത്തിൽ. അങ്ങനൊരു യോഗം അത് ഇടവം 1 മുതൽ രോഹിണി നക്ഷത്രക്കാർക്കും പൂയം നക്ഷത്രക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും, പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം വിശാഖം നക്ഷത്രം, ഞാൻ വിശാഖമാണ്. അപ്പോൾ എനിക്ക് കോടീശ്വര യോഗവും കുബേര ലക്ഷണവും, എനിക്ക് ലോട്ടറി യോഗം ഉണ്ടാവുന്നതാണ്. പിന്നെ തൃക്കേട്ട നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രട്ടായി നക്ഷത്രം, അവിട്ടം നക്ഷത്രം. അപ്പം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും, വിശാഖം നക്ഷത്രക്കാരനായ എനിക്കും അവിട്ടം നക്ഷത്രക്കാരായ ടീച്ചർക്കും കോടീശ്വര യോഗവും കുബേര ലക്ഷണവും ലോട്ടറി യോഗവും അടിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നത് ഇത് പറയേണ്ട ആവശ്യമില്ല, പുസ്തകങ്ങൾ എഴുതേണ്ട കാര്യമില്ല, പുസ്തകം വിൽക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഫലം പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കോടീശ്വര യോഗമായി. എന്തൊരബദ്ധമാണിത്! എന്തൊക്കെയാണ് ഈ യൂട്യൂബിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്? ഇതിലാരെങ്കിലും ഒരു നക്ഷത്രക്കാർക്ക് ഒരു ലോട്ടറി അടിച്ചതായിട്ട് പറയാൻ പറ്റും? ലോട്ടറി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ടോ? ലോട്ടറി യോഗം, കോടീശ്വര കുബേര യോഗം. ഞാൻ എത്ര ലോട്ടറി വേണമെങ്കിലും എടുക്കാം. ഇത് കേട്ടിട്ട് അപ്പോൾ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാനിത് കേട്ടങ്ങ് വിട്ടെങ്കിലും ഇത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സുഹൃത്ത് 20,000 രൂപയുടെ ലോട്ടറി എടുത്തു. ആരാണെന്നറിയോ? രോഹിണി നക്ഷത്രക്കാരൻ. 20,000 രൂപയുടെ ലോട്ടറി, ഒരു ലോട്ടറി അടിച്ചില്ല. ഞാൻ പറയും, സുഹൃത്തെ നിങ്ങൾ എന്തൊരു മണ്ടനാണ്. ഒരു തൃക്കേട്ട നക്ഷത്രക്കാരി, വള പണയം വെച്ച് ലോട്ടറി എടുത്തു. വള ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കണം, അത് പണയം വെച്ചത് പോട്ട്, അവസാനം പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത് വിറ്റിട്ട് ലോട്ടറി എടുത്തു. ഒരെണ്ണം പോലും അടിച്ചില്ല, ഒരെണ്ണം പോലും അവർക്ക് പ്രയോജനം ചെയ്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്തു യൂട്യൂബിൽ ഞാൻ പറയുന്ന കാര്യം ഞാൻ പൂർവ്വജന്മം എടുത്തിട്ടാണ് പറയുന്നത്. ഈ ലക്ഷണത്തിലെ ദോഷങ്ങൾ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിക്കോട്ടെ. ഇടവം 1 മുതൽ കോടീശ്വര യോഗവും കുബേര ലക്ഷണവും പറഞ്ഞൊരു വീഡിയോ കണ്ടതുകൊണ്ട് ഞാനൊന്ന് വെറുതെ പരിശോധിച്ചതാണ്. അതിൽ പൂരം നക്ഷത്രവും ഉത്രട്ടാതി നക്ഷത്രവും രോഹിണി നക്ഷത്രം പൂയം അത്തം ഒക്കെ ഉണ്ട്. വിശാഖ നക്ഷത്രം അവിട്ടം നായരും ഞാൻ വളരെ സന്തോഷപ്പെട്ടു. ഞാൻ എന്തായാലും ലോട്ടറി എടുക്കാൻ പോയില്ല. ഉണ്ടായിരുന്ന പൈസ തന്നെ ഒരാൾക്ക് കൊടുത്ത് അതുകൂടെ നഷ്ടപ്പെട്ടെന്ന അവസ്ഥയാണ്. അപ്പോൾ ആ യോഗമില്ലേ? ഞാൻ ഒരാൾക്ക് ഒരു വീട് പണിയാനായിട്ട്, ഒരു വീട് വെക്കാനായിട്ട് ഒരാൾക്ക് പൈസ കൊടുത്തു. അദ്ദേഹം ആ പൈസ തിരിച്ചു തരുന്നില്ല. അദ്ദേഹം വേറെ എന്തോ കണക്ക് പറഞ്ഞ് അത് മാറ്റി. അപ്പം ആ യോഗം കൂടെ കയ്യിലിരുന്ന പൈസ കൂടെ പോയല്ലോ. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ യോഗങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശിവൻ്റെ ക്ഷേത്രത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ സാമ്പത്തികമായ കാര്യത്തിനകത്തോടുള്ള ശ്രദ്ധ വേണം. പണം കടം കൊടുക്കരുത്. കിട്ടാനുള്ള പണത്തിന് വേണ്ടിയിട്ട് അവരുമായിട്ട് മുഷിക്കാൻ പോകരുത്.
2 സ്ത്രീകളാണെങ്കിൽ സംശയത്തോടു കൂടി ഭർത്താവുമായിട്ട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മക്കളുമായിട്ട് വഴക്ക് കൂടുമ്പം മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉത്രാടി നക്ഷത്രക്കാരായ മക്കളോ ഉത്രട്ടായ നക്ഷത്രക്കാരായിട്ടുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ വരുന്ന 30 ദിവസം വീടിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാതെ നോക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. നായ്ക്കളിൽ നിന്നുള്ള ദോഷമുണ്ടാകുന്നത് നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ നായ്ക്കൾക്ക് ദോഷമുണ്ട്. ഇഞ്ചക്ഷൻ വല്ലതും എടുത്തില്ലെങ്കിൽ നായ്ക്കളിൽ നിന്ന് കടിയേക്കാനായിട്ടുള്ളൊരവസ്ഥയുണ്ട്. നായ്ക്കളിൽ നിന്ന് വിഷാംശം ഉണ്ടാകാനുള്ള ഒരു കാലമാണിപ്പോൾ. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളിൽ നിന്ന് ദോഷം, വളർത്തുന്ന പൂച്ചയിൽ നിന്നോ നായിൽ നിന്നോ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആഘാതമേൽക്കാവുന്ന ഒരു കാലമുണ്ട്. ഒന്നും പോറിയാൽ പോലും അതിന് ചികിത്സ തേടേണ്ട ഒരു കാലമാണ്. രണ്ടാമത് ഉത്രട്ടാതി നക്ഷത്രക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്ന് വാസ്തു സംബന്ധമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഒരാൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് കൊടുക്കുക, വീട്ടിനകത്ത് വെച്ച് സാമ്പത്തിക ഡീലിങ്സ് കൊടുക്കാതിരിക്കുക, സമ്പത്ത് കൊണ്ടുവന്ന് പണം ഉണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടിടാതിരിക്കുക. ഇപ്പോൾ ചിലർ കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിൽ പൈസ ഇട്ടിട്ട് അതിൻ്റെ അടിയിലോട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടക്കാൻ തുടങ്ങും. അത് വലിയ അബദ്ധമായ കാര്യമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള മെച്ചമുണ്ടാകുന്ന കാലമാണെങ്കിലും പൂർവ്വകാല ദുരിതങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചിങ്ങമാസം കഴിയുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് നാഗപരിഹാരങ്ങൾക്ക് ബലം ഉണ്ടാകുന്ന നാഗപരിഹാരം ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാകും. സന്താനങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഉത്രാടായി നക്ഷത്ര സന്താനങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തിരുവനന്തപുരം ഭാഗമൊക്കെ ആണെങ്കിൽ കുമാരകോവിൽ കൊണ്ടുപോയിട്ട് അവിടെ കുമാരകോവിലിൽ നമ്മൾ പടിക്കെട്ട് കയറുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അവിടെ ഉപ്പും ചന്ദനത്തിരിയും ഒരു പേപ്പറും കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് ആ പേപ്പറിൽ കുട്ടികൾക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എഴുതി അത് ഈ ഉപ്പും സാമ്പ്രാണിത്തിരിയുമായിട്ട് ആ കുമാരകോവിലിൻ്റെ ഒരു വശത്തൂടെ നടന്ന് ഇപ്പുറത്ത് വരുമ്പം അതവിടെ ഇടേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ അത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകേണ്ട ഒരു കാലം കൊണ്ടാണ് കുമാരകോവിൽ സുബ്രഹ്മണ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മേന്മയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പെൺകുട്ടികളെ കൊണ്ടൊന്ന് പോകുന്നത് നല്ലതാണ്. അവിടുത്തെ ഭസ്മത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മണമുള്ള ഭസ്മമാണ് കുമാരകോവിലിൽ. അതൊന്ന് തൊടുന്നവളെ ഞാൻ തൊട്ടിരിക്കുന്ന കുമാരകോവിലിൻ്റെ ഭസ്മമാണ്. പ്രത്യേകിച്ചൊരു മണമുള്ള ഭസ്മമാണ്. അവിടെ ചോദിച്ചാൽ അവർ തരും. എന്തെങ്കിലും കൊടുത്താൽ മതി. അവർ ഭസ്മം കൊടുത്തില്ലെങ്കിൽ പോലും ഭസ്മം ചോദിച്ചാൽ അവർ ഇഷ്ടംപോലെ തരും. അത് നമ്മളൊന്ന് തൊടുന്നത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ടോ ഈ കുമാരകോവിലിലെ ഭസ്മം തൊടുമ്പം ബുദ്ധിക്ക് മാറ്റം ഉണ്ടാകാനും ബുദ്ധി ഉണ്ടാകാനും ഓർമ്മക്കുറവിനും ഒക്കെ വ്യത്യാസം വരുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. കുമാരനാണ് ജ്ഞാനം തന്നുകൊണ്ടേയിരിക്കും. ഓർമ്മക്കുറവുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് 13 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് കുമാരകോവിലിൽ പോയിട്ട് ഈ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ ഈ ഉപ്പിൻ്റെ പരിഹാരം വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഉപ്പും സാമ്പ്രാണിത്തിരി കൂടെ അവിടെ കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരാളുടെ സ്വർണ്ണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ബലത്തിൽ അതില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, കുമാരകോവിലിൽ പോയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ സ്വർണം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അതിനേക്കാൾ എനിക്കത് പറ്റുക, ഞാനും ടീച്ചറും കൂടെ കുമാരകോവിലിൽ പോയി ഞങ്ങൾ ഈ ഭസ്മം അവിടെ നിന്ന് ഞാൻ ചെല്ലുമ്പോൾ എപ്പോഴും എനിക്ക് കുറേ ഭസ്മവും എല്ലാം കൂടെ തരും. അപ്പോൾ ഞങ്ങൾ ഒരിടത്തേക്ക് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വണ്ടിയിലെല്ലാം ഇട്ടിട്ട് ഈ പേഴ്സ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് നടന്നത്. ഞാൻ നിറച്ച ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് പേഴ്സ് അവിടെ വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റങ്ങ് പോയി. 2 മണിക്കൂർ കഴിഞ്ഞ് കാറിനകത്ത് കയറുമ്പോഴാണ് താക്കോല് ടീച്ചറിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പേഴ്സ് കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര, എല്ലാം പോയി. അതിനകത്താണെങ്കിൽ കാർഡുകളുണ്ടായിരുന്നു, പൈസയുടെ മാത്രമല്ല, അതിനകത്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡില്ല, ആധാർ കാർഡും അതൊക്കെയാണ്. ഒറിജിനല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും ആ പേഴ്സിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞാനും ടീച്ചറോട് ഓടി ഞങ്ങൾ അവിടെ. എനിക്ക് ഓടാൻ പറ്റിയില്ല, എനിക്ക് അത്രയും പഠിക്കട്ട് ഓടി. ഞാൻ എന്തായാലും മുരുകൻ, ഞാൻ ശരവണൻ ജപിക്കുന്ന ആളാണ്. ഓം ശരവണ ഭവായ നമ, ഓം മചൽ ഭൂവേ നമ ജപിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, മുരുക എൻ്റെ പേഴ്സ് പോകരുത് എന്ന് പറഞ്ഞു. ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ പോകരുത്. കുറേ കഴിഞ്ഞപ്പോൾ ടീച്ചർ ഓടി പോയിട്ട് ആ പേഴ്സും എടുത്തുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കിട്ടി സാമിച്ചാന്ന് വിളിക്കുന്നത്, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പം ആ മുരുകനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ചു പോകും. അതുകൊണ്ട് മുരുകൻ അങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച് പിടിക്കാനുണ്ടല്ലോ എല്ലാം തരും. അതുകൊണ്ട് മുരുകൻ്റെ ഭജന വളരെ നല്ലതാണ്. നിങ്ങൾ കുമാരകോവിലിൽ നിന്ന് എപ്പോഴെങ്കിലും, ഈ കേരളത്തിലെല്ലാം ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും കുമാരകോവിൽ നമ്മളെ തിരുവിതാംകൂറിൻ്റെ പഴയ ക്ഷേത്രമാണ്. വള്ളിയും ദേവാനിയും ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് കുമാരകോവിലോട്ട് ഭജിച്ചിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരോട് മാറ്റം വരും. അവിടുത്തെ ഭസ്മം നിരന്തരം നെറ്റിയിൽ തൊടുന്നത് മണമുള്ള ഭസ്മമാണ്. അതിങ്ങനെ മണത്താൽ പോലും വലിയ ഗുണം കിട്ടും. അവിടുത്തെ ഉപ്പും അവിടുത്തെ വെള്ള പേപ്പറിൽ നമ്മുടെ അഭിലാഷം എന്താണെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ അത് എഴുതി അവിടെ നിക്ഷേപിച്ചാൽ അതിന് മാറ്റം ഉണ്ടാവും. കുമാരകോവിലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കഥകൾ എനിക്ക് മുമ്പിലുണ്ട്. ഞാൻ മിക്കവാറും മാസത്തിൽ 2 തവണയെങ്കിലും അവിടെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു തടസ്സമുണ്ട്. എന്തായാലും കുമാരകോവിലിൽ പോകണം, എല്ലാവരും അവിടെ പോകണം. എല്ലാവർക്കും മനസ്സമാധാന ശാന്തി ഉണ്ടാവട്ടെ. വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയണേ, കുമാരൻ നമുക്ക് തരുന്ന എല്ലാ സമൃദ്ധിയും എല്ലാ ഓർമ്മയും എല്ലാ ബുദ്ധിയും. എനിക്ക് ചിലപ്പോൾ എഴുത്തിന് ബ്ലോക്ക് വരും, അപ്പോൾ ഞാൻ കുമാരകോവിലിൽ പോകും. അവിടെ പോയി മുരുക എനിക്ക് എഴുതാനുള്ള എൻ്റെ അക്ഷരങ്ങളെ ബ്ലോക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ എന്നറിയുന്നില്ല, എനിക്കെല്ലാം തരും. അപ്പോൾ നിങ്ങളെല്ലാവരും കുമാരകോവിലിൽ അഭയം പ്രാപിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഓം ശരവണ ഭവായ നമ, ഓം മം മജൽ ഭുവേ നമ എന്ന് 8 തവണ കിടക്കുന്നതിന് മുമ്പ് ജപിച്ച് കിടന്നാൽ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.